എഴുന്നള്ളിപ്പ് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിച്ചെന്നാരോപിച്ച് കേരളത്തിലെ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്ര ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളിപ്പിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടതിനാലാണ് വിമർശനം. ഉത്സവത്തിന്റെ ആദ്യ 3 ദിവസം മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നു. 4-ാം ദിനം വൈകുന്നേരം മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് എഴുന്നള്ളിപ്പ് നടത്തി. ആനകൾ തമ്മിലുള്ള അകലപരിധി പാലിച്ചില്ലെന്ന് ജില്ലാ കളക്ടർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ അധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചുവെന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെടുന്നു. സുരക്ഷ കാരണമാണ് മാർഗനിർദ്ദേശങ്ങൾ എന്ന് മനസ്സിലാക്കാത്തത് എന്തെന്നും മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനാകില്ലെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാകുമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജാമ്യമില്ലാ കുറ്റമാണ് ചെയ്തതെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഉത്സവത്തിനുള്ള അനുമതി റദ്ദാക്കാൻ ഒരു ലംഘനം തന്നെ മതിയാകും. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുകയാണെന്നും കോടതി വിലയിരുത്തി. ഉത്സവത്തിനെത്തുന്ന ആളുകളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും കോടതി പറയുന്നുണ്ട്. ആനകളുടെ സമീപത്ത് തീപ്പന്തം കയറ്റിയിരുന്നതായും ക്ഷേത്ര ഘോഷയാത്രയിലും 5 മീറ്റർ അകലം പാലിച്ചില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്ന ചട്ടം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടുത്തിടെ കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ക്ഷേത്രോത്സവങ്ങൾക്ക് ആനകളെ അണിനിരത്തുന്നത് മതപരമായ ആചാരമല്ലെന്നും അന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു.